ഹലോ, ഇന്ന് നമുക്ക് ഒരു കൂട്ടം കൂട്ടുകാരുടെ കഥ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കുറച്ചു പേർ ഒരു പത്രവാർത്ത കണ്ട് കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു കൂട്ടം ഫ്രണ്ട്സിനെയാണ്. അവരുടെ ഗ്യാങ്ങിന് ഒരു പേരുണ്ട്, മഞ്ഞുമ്മൽ ബോയ്സ്. അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ബോയ്സ് ഗ്യാങ്. അവരവരുടെ നാട്ടിൽ ഒരു കല്യാണത്തിന് പങ്കെടുത്ത് ആഘോഷിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ മറ്റൊരു ടീമുണ്ട്. അവരും അവിടെ എത്തും. രണ്ട് ഗ്യാങ്ങിനുമിടയിൽ ചെറിയ തർക്കമൊക്കെ ഉണ്ടാകും. ആരാണ് ശക്തർ എന്നറിയാനായിട്ട് അവർ വടംവലി മത്സരം വയ്ക്കും. അവർ വടംവലി മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ജയിക്കാനായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് കയറൊന്ന് ലൂസാക്കി എന്നിട്ട് വലിച്ചു പിടിക്കാമെന്ന് കരുതി. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ തോറ്റുപോയതിൽ വിഷമിച്ചു നിന്ന തന്റെ പിള്ളാരെയൊക്കെ ഗ്യാങ്ങിന്റെ നേതാവായ കുട്ടേട്ടൻ സമാധാനിപ്പിക്കും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. ആദ്യം അവർ ഗോവയാണ് പറഞ്ഞത്. ഗോവ വരെ ചെന്നെത്തിപ്പെടാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതിനാൽ അവർ കൊടൈക്കനാലിലേക്ക് പോകാമെന്ന് പ്ലാനിടും. ഒരു കാറ് റെന്റിനെടുത്ത് കൊടൈക്കനാലിലേക്ക് പോകും. അവിടെ എത്തി സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യുമ്പോഴാണ് പണ്ട് കമലഹാസന്റെ ഗുണ സിനിമ ഷൂട്ട് ചെയ്ത ഗുണ കേവ് കാണും. പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. സിനിമയിൽ കാണുന്ന പോലെയല്ല, അപകടം ഒരുപാട് ഗുണ കേവിൽ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ആ ഒരു കേവ് പൂട്ടിയത്. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് കേവിലേക്ക് ഇറങ്ങും. ഗുണ കേവ് എന്നറിയപ്പെടുന്ന ആ ഗുഹയ്ക്ക് ഡെവിൾസ് കിച്ചൺ എന്ന് മറ്റൊരു പേരുണ്ട്. സിനിമ ഇറങ്ങിയതോടെയാണ് ഡെവിൾസ് കിച്ചൺ മാറി ഗുണ കേവ് ആയതും. പണ്ട് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ഡെവിൾസ് കിച്ചൺ. അത്രയും അപകടം അവിടെ പതിയിരിപ്പുണ്ട്. അകത്ത് കയറിയ മഞ്ഞുമ്മൽ ബോയ്സ് കേവ് എൻജോയ് ചെയ്യുകയാണ്. അവിടെ നിന്നും കുരങ്ങിൻ്റെതെന്ന് തോന്നുന്ന തലയോടൊക്കെ കിട്ടും. കൂട്ടത്തിലുള്ള അഭിലാഷാണ് ഗുഹയിലേക്ക് ഇറങ്ങാനുള്ള വഴിയിലൂടെയൊക്കെ പോയി അവരെയും കൊണ്ടുപോയത്. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കുട്ടേട്ടനാണെങ്കിൽ ഒരു പാറയിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പേരെഴുതും. അത് കണ്ടുകൊണ്ടുവന്ന സുഭാഷ് എഴുതിയിൽ മാറ്റം വരുത്താനായി പോകുമ്പോഴോ കാല് തെന്നി ഒരു കുഴിയിലേക്ക് വീഴും. എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. അവർ കുഴിക്കുള്ളിലേക്ക് നോക്കുമ്പോൾ പാറകൾക്കിടയിൽ ഒരാൾക്കിറങ്ങി പോകാൻ വിധം വലിയൊരു കുഴി. അവർ സുഭാഷിനെ വിളിക്കുമ്പോൾ കുറെ വവ്വാലുകളാണ് പുറത്തേക്ക് വന്നതും. കേവിൽ നിന്നും വവ്വാലുകൾ പറന്നു പോകുന്നത് കാണുന്ന പുറത്തുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡിന് എന്തോ പ്രശ്നമുണ്ടെന്ന കാര്യം മനസ്സിലായി. മറ്റൊരു വശത്ത് കാല് തട്ടി ഒരു കല്ല് കുഴിയിലേക്ക് പോകും. ആ കല്ല് പാറകളിൽ തട്ടിത്തട്ടി താഴേക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു. ആ ശബ്ദം കേട്ട കുട്ടനും കൂട്ടുകാർക്കും ഒരുപാട് ആഴത്തിലേക്കാണ് സുഭാഷ് പോയതെന്ന് മനസ്സിലായി. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന അഭിലാഷ് സുഭാഷ് പോയി, ഞാൻ കാരണമായി ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുവാനായും തുടങ്ങി. അവനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ടൂറിസ്റ്റ് ഗൈഡാണെങ്കിൽ ഗുഹയിലേക്ക് ഇറങ്ങി വരികയാണ്. കുട്ടനെയും ഗ്യാങ്ങിനെയും കണ്ട ഗൈഡ് എന്താ അവിടെ, മാറിപ്പോകാനായി പറയുമ്പോഴോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കുഴിയിൽ വീണെന്നവർ പറയും. അത് കേട്ട ഗൈഡ് അവരെ ഒരുപാട് വഴക്ക് പറയും. എന്നിട്ട് പുറത്തു നിന്നും ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരുവാനായി പറയും. അങ്ങനെ 4 പേർ പുറത്തു വന്ന് അവിടെയുള്ള ചായക്കടക്കാരനോട് കാര്യം പറയും. അത് കേട്ട അയാൾ അവരെ വഴക്ക് പറയും. സഹായിക്കാനൊന്നും ആകില്ല എന്ന് പറയുമ്പോൾ അയാളുടെ മകൾ എന്തിനാ അച്ഛ അങ്ങനെ പറയുന്നത്, അവരെ സഹായിക്കാനായി പറയും. അത് കേട്ട കടക്കാരൻ നീ മിണ്ടാതിരിക്കെ, നീ പുറത്ത് പഠിച്ചതിനാൽ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് അച്ഛൻ മറുപടി പറഞ്ഞു. അവിടെ പ്രേതമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്നാൽ 4 പേരും ഒരുപാട് കെഞ്ചുന്നതിനാൽ 3 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച് ഒരാളോടൊപ്പം കയ്യിൽ നാരങ്ങയുമായി കടക്കാരൻ കേവിലേക്ക് പോകും. സുഭാഷ് വീണ കുഴി കണ്ട കടക്കാരൻ പേടിക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും നാരങ്ങ കൊടുത്തിട്ട് ആ കുഴിയിൽ പ്രേതമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ എല്ലാവരും പേടിക്കുവാനായി തുടങ്ങി. അതേസമയം ക്ലൈമറ്റ് മാറി മഴ പെയ്യുന്നു. മറ്റൊരു വശത്ത് ഡ്രൈവറിനെയും കൂട്ടി സ്റ്റേഷനിലെത്തിയ 3 പേരാണെങ്കിലോ സുഭാഷ് കുഴിയിൽ വീണ കാര്യം പറയും. ഗുണ കേവിലാണ് വീണതെന്നറിഞ്ഞപ്പോൾ പോലീസ് തന്നെ ഷോക്കായി പോയി. അതേസമയം അഭിലാഷിനെയും കൂട്ടി പുറത്തേക്ക് വന്ന ടൂറിസ്റ്റ് ഗൈഡ് ഈ ഗുണ കേവിന് പണ്ട് ഡെവിൾസ് കിച്ചൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ വീണിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ഗുണ സിനിമ ഷൂട്ട് ചെയ്തതോടെയാണ് ആളുകൾ ഒരുപാട് ഇവിടെ എത്തി. അപകടം കൂടുവാൻ തുടങ്ങിയതോടെയാണ് ഗവൺമെന്റ് ഗുണ കേവ് പൂട്ടിയതെന്നും പറയും. മറ്റൊരു വശത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആണെങ്കിലോ പണ്ട് മിനിസ്റ്ററിന്റെ മരുമകൻ ഈ ഗുണ കേവിൽ വീണു. ഒരുപാട് ഫോഴ്സ് എത്തി. ഗുഹയ്ക്കുള്ളിൽ ഇറങ്ങാൻ പേടിച്ചാരും തയ്യാറായില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കണക്ക് പ്രകാരം 13 പേർ ആ കുഴിയിൽ വീണു. ആരെയും രക്ഷിക്കാനായില്ലെന്ന് പറയും. അതേസമയം ചായക്കടക്കാരനും ഗുണ കേവിന്റെ അപകടത്തെപ്പറ്റി കുട്ടനോടും കൂട്ടുകാരോടും പറയും. മറ്റൊരു വശത്ത് മറ്റൊരു പോലീസ് അവിടെ എത്തിയിട്ട് നീയൊക്കെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് കൊന്നുവല്ലേടാ ആ 3 പേരോടും ചോദിച്ച് അവരെ ഒരുപാട് സ്റ്റേഷനിലിട്ട് തല്ലും. അല്ല, കാൽ തന്നെ വീണതാണ് എന്ന് പറഞ്ഞിട്ടും കേൾക്കില്ല.
എന്നാൽ മഴ പെയ്തപ്പോൾ വെള്ളമെല്ലാം കുഴിയിലേക്ക് ഇറങ്ങുന്നത് കാണുന്ന കുട്ടനാണെങ്കിലോ വെള്ളം സുഭാഷിന് അപകടമാകുമെന്ന് കരുതി തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കും. അത് കണ്ടു നിന്ന കൂട്ടുകാരും ഒപ്പം ചേരുകയാണ്. ഇതെല്ലാം അറിഞ്ഞെത്തിയ ഫോറസ്റ്റ് ഓഫീസറിനും അവരുടെ ആത്മബന്ധത്തിന്റെ ആഴം മനസ്സിലായി. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും 3 പേരെയും പറഞ്ഞുവിടും. കൂടാതെ ഒരു പോലീസിനെയും കേവിലേക്ക് അയക്കും. പോകുന്ന വഴിയിൽ പോലീസ് പറയുന്നുണ്ട്, ഇതുവരെയും ഗുണ കേവിൽ വീണ ആരും ജീവനോടെ പുറത്തു വന്നിട്ടില്ലെന്ന്. അതാണ് ചരിത്രം. നിങ്ങൾ വീട്ടിൽ പോകുവാനായും പറയും. അതവർ കേൾക്കില്ല. അങ്ങനെ അവർ കൊണ്ടുവന്ന കയറുമായി കേവിലേക്ക് എത്തുമ്പോഴോ മഴ തോർന്ന സമയം. കുട്ടനോടും ഗ്യാങ്ങിനോടും ഇനി നോക്കിയിട്ട് കാര്യമില്ല, വീട്ടിൽ പോകുവാനായ പോലീസ് പറയും. അത് കേട്ട ചായക്കടക്കാരൻ, എന്താ സാർ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുട്ടൻ പറയും, വരുന്നില്ല എന്ന് പറഞ്ഞ് നിന്നവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ അവന്റെ അമ്മയ്ക്ക് അവനെ ഞാൻ സുരക്ഷിതമായി കൊണ്ടുവരുമെന്ന് വാക്കുകൊടുത്തു എന്ന് പറയുന്നത് കേൾക്കുന്ന പോലീസിന് മറുപടിയില്ല. മറ്റൊരു വശത്ത് കുഴിയിൽ വീണ സുഭാഷിനെ കാണിക്കും. സുഭാഷിന് ജീവനുണ്ട്. ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ഒരു പാറയ്ക്ക് മുകളിലായി കിടക്കുകയാണ്. അവൻ ജീവന് വേണ്ടി പോരാടുന്നു. സുഭാഷ് അമ്മ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് എല്ലാവരോടും പോലീസ് പോകുവാനായി പറയുമ്പോൾ ഒരു കൂട്ടുകാരൻ അതിന് തയ്യാറാകാതെ ആ കുഴിയിലേക്ക് നോക്കി സുഭാഷിയെ എന്ന് വിളിച്ച് കരയുമ്പോൾ സുഭാഷ് വിളി കേൾക്കും. ആ ശബ്ദം കൂട്ടുകാരൻ കേൾക്കുകയാണ്. അവൻ അതെല്ലാവരോടും പറയും. സുഭാഷിന്റെ ശബ്ദം കേട്ട പോലീസും ഷോക്കായി പോകുന്നു. ആള് ജീവനോടെയുണ്ട്, എങ്ങനെയും രക്ഷിക്കണമെന്ന് പോലീസും കരുതും. അങ്ങനെ പോലീസ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കും. അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്കും കുഴിയിലിറങ്ങാൻ പേടിയാണ്. ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ എളുപ്പമായേനെ എന്ന് പറയുമ്പോൾ ഇതുവരെ മനുഷ്യരിറങ്ങാത്ത കുഴിയിൽ എവിടെന്നാ ബ്ലൂ പ്രിന്റ് എന്ന് പോലീസ് പറയും. അങ്ങനെ അവർ ഇറങ്ങാനുള്ളതെല്ലാം സെറ്റാക്കി. കയറിറക്കുമ്പോഴോ കയറ് താഴേക്ക് പോകുന്നുണ്ട്. സുഭാഷ് കേൾക്കുന്നുണ്ടോ കയറിൽ പിടിച്ച് കയറി വരാനായും പറയുമ്പോഴോ അത് കേട്ടൊരു ഫ്രണ്ട്, അവൻ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഫയർഫോഴ്സിലെ ഒരു എക്സ്പെർട്ടായ ഉദ്യോഗസ്ഥൻ ഇറങ്ങുവാനായി തീരുമാനിക്കും. പക്ഷേ ഓഫീസറിന് പേടിയാണ്. പേടിക്കണ്ട, നിനക്ക് പ്രൊമോഷനൊക്കെ ഞാൻ തരാമെന്ന് പറയുമ്പോൾ വേണ്ട സാർ, ഞാൻ ആ കുഴിയിൽ വീണു പോയാൽ ബോഡി പോലും കിട്ടില്ല, എൻ്റെ ഭാര്യയും മക്കളും അനാഥരാകുമെന്ന് പറയും. എന്ത് ചെയ്യുമെന്നറിയാതെ പോലീസ് നിൽക്കുന്നത് കാണുന്ന കുട്ടനാണെങ്കിലോ ഒരു കാര്യം ഓർക്കും. ഇവരെല്ലാം കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് അല്ലേ, പണ്ടെല്ലാവരും പുഴയിൽ കുളിക്കുവാനായി ഇറങ്ങി. എന്നാൽ സുഭാഷിന് നീന്തൽ അറിയില്ല. കൂട്ടുകാർ കുളിക്കുന്നതൊക്കെ കണ്ട് അവനും പുഴയിലേക്ക് ചാടി. എല്ലാവരും കരയിലെത്തിയപ്പോഴും സുഭാഷ് എത്തിയില്ല. കുട്ടൻ പുഴയിലേക്ക് ചാടി ബോധമറ്റ് കിടക്കുന്ന സുഭാഷിനെ രക്ഷിച്ചു കൊണ്ടുവന്നു. അതുപോലെ അവൻ രക്ഷിക്കുമെന്ന് കരുതിയായിരിക്കും സുഭാഷ് കിടക്കുന്നതെങ്കിലോ എന്ന് കരുതി കുട്ടൻ ഇറങ്ങുവാനായി തീരുമാനിക്കും. പോലീസ് ആണെങ്കിൽ അതിനെ എതിർക്കും. അപ്പോൾ ചായക്കടക്കാരൻ പറയും, നിങ്ങൾ എന്തിനാ സാർ അവരെ പിന്തിരിപ്പിക്കുന്നത്? നിങ്ങൾക്കിത് വെറും ഡ്യൂട്ടിയാണ്. എന്നാൽ അവർക്ക് അതല്ല, ഉള്ളിൽ വീണ് കിടക്കുന്നത് അവരുടെ ഉറ്റ സുഹൃത്താണെന്ന് പറയും. അങ്ങനെ കുട്ടൻ ഇറങ്ങുവാനായി പോവുകയാണ്. സേഫ്റ്റിക്കെല്ലാം റെഡിയാക്കി. സുഭാഷിനെ പൊക്കിക്കൊണ്ടുവരാനുള്ള കെട്ടൊക്കെ കെട്ടേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴോ കുട്ടൻ അതൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുഴിയിലേക്ക് ഇറങ്ങും. അവർ കരുതിയതുപോലെയല്ല, ഇടതും വലതും വലിയ പാറകളായിരുന്നു. കഷ്ടപ്പെട്ട് കുട്ടൻ ഞെരുങ്ങി കുഴിക്കുള്ളിലേക്ക് ഇറങ്ങി. 100 മീറ്റർ താഴേക്ക് പോയി. അപ്പോൾ കയർ തീർന്നു. അടുത്ത കയർ കൊണ്ടുവരാനായി പറയുമ്പോൾ ഫയർഫോഴ്സ് ഓഫീസർ പറയും, കയറിന്റെ ആകെ നീളം 120 മീറ്റർ. ഇതുവരെയും കുട്ടൻ സുഭാഷിനടുത്ത് എത്തിയില്ല. ഇനിയും താഴേക്ക് പോയാൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. കുട്ടനും രക്ഷപ്പെടില്ലെന്ന് പറയുന്നത് കേൾക്കുന്ന ഫ്രണ്ട്, ഇല്ല സാർ, നേരത്തെയല്ലേ മഴ പെയ്തത്, ഉറപ്പായും കുഴിയിൽ ഓക്സിജൻ കാണുമെന്ന് പറയും. അങ്ങനെ വീണ്ടും കയർ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് കെട്ടും. കുട്ടനാണെങ്കിലോ കയർ വിടുവാനായി പറയുകയാണ്. കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ സുഭാഷിനെ കാണുകയാണ്. സുഭാഷിനടുത്തെത്തിയ കുട്ടൻ പറ്റും പോലെ കയറുകൊണ്ട് കെട്ടുമ്പോൾ സ്വബോധം നഷ്ടമായ സുഭാഷ് ഭ്രാന്തനെ പോലെ അലറി കുട്ടനെ ഉപദ്രവിക്കുവാനായി നോക്കും. എന്നിട്ട് ബോധവും പോകുന്നു. അങ്ങനെ കുട്ടൻ സുഭാഷിനെ കെട്ടി മുകളിലേക്ക് കൊണ്ടുവരും. കൂട്ടുകാരാണ് കയർ വലിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കയറാണെങ്കിൽ പാറകൾക്കിടയിൽ കുടുങ്ങി. കയർ സ്റ്റക്കായി നിൽക്കുന്നത് കാരണം വലിക്കാൻ പറ്റാതെയായി. ഇതെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന വേറൊരു കൂട്ടുകാരൻ അവരോട് വലിക്കണ്ട, ഒന്ന് സ്റ്റോപ്പ് ആക്കുവാനായി പറയും. അതെല്ലാം കണ്ടുകൊണ്ടുവന്ന അഭിലാഷാണെങ്കിലോ ഒന്ന് ലൂസ് അടിക്കടാ എന്ന് പറയുകയാണ്. അവർ വടംവലിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. അതോടെ കുട്ടൻ പാറകൾക്കിടയിൽ കുടുങ്ങിയ കയറ് മാറ്റുമ്പോൾ അവർക്ക് മുകളിലേക്ക് വലിക്കാൻ എളുപ്പമായി. അങ്ങനെ കുട്ടനും സുഭാഷും മുകളിലേക്ക് വരും. എല്ലാവർക്കും സന്തോഷമാകും. സുഭാഷിനെയും കൊണ്ടവർ താഴേക്ക് ഓടിപ്പോവുകയാണ്. അവൻ ആദ്യം കുറച്ച് വെള്ളം നൽകി. ഒരു മുത്തശ്ശി അവനടുത്തെത്തിയിട്ട് സുഭാഷിനോട് പറയും, മരണത്തിൽ നിന്നും ജീവിച്ചു വന്നവനാ നീ, ദൈവമാണ് നീ എന്ന് പറഞ്ഞ് അവനെ തൊട്ടു തൊഴുകുന്നു. അങ്ങനെ അവർ സുഭാഷിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. അവിടെ കാര്യമായ സൗകര്യമില്ലാത്തതിനാൽ ഡോക്ടർ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് സുഭാഷിനെ അവരുടെ നാട്ടിലെ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായി പറഞ്ഞു. പോകാനിറങ്ങവേ വിവരമറിഞ്ഞെത്തിയ മീഡിയക്കാർ അവിടെ എത്തി കുട്ടനോട് അനുഭവം പങ്കുവയ്ക്കാനായി പറയുമ്പോൾ അതിനൊന്നും ടൈമില്ല എന്ന് പറഞ്ഞ് കുട്ടൻ പോവാനായിട്ടിറങ്ങും.
അതേസമയം പോലീസ് ആണെങ്കിലോ ഇനി ടൂറെന്ന് പറഞ്ഞ് നിങ്ങളെയൊന്നും ഈ പരിസരത്ത് കാണരുത് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സുഭാഷിനെ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റും ചെയ്യുകയാണ്. വിവരമറിഞ്ഞെത്തിയ സുഭാഷിന്റെ അമ്മ കുട്ടനെ ഒരുപാട് വഴക്ക് പറയും. കാരണം സുഭാഷിന്റെ അവസ്ഥ അത്ര മോശമായിരുന്നു. നീയല്ലേ നന്നായി കൊണ്ടുവരാമെന്ന് പറഞ്ഞത്, എൻ്റെ മോൻ നഷ്ടമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ കുട്ടനെ ഒരുപാട് വഴക്ക് പറയും. കുട്ടനാണെങ്കിലോ അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. ദിവസങ്ങൾ കടന്നു പോകെ സുഭാഷിന്റെ മെന്റൽ ഹെൽത്ത് മോശമായി വന്നുകൊണ്ടേയിരുന്നു. അവന്റെ ശരീരത്തേക്കാൾ അവന്റെ മനസ്സിന് ഒരുപാട് മുറിവുണ്ടായി. കാരണം ആ ഒരു ഗുഹയ്ക്കുള്ളിൽ അവൻ അനുഭവിച്ച വീർപ്പുമുട്ടലുകളൊക്കെ അവന് താങ്ങാനെത്തില്ല. അവന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ അവന്റെ അമ്മ അവനെ ഒരു ഡോക്ടറിനെ കാണിക്കുകയാണ്. മാത്രവുമല്ല, കൂട്ടുകാരാണെങ്കിൽ അന്ന് പോയപ്പോൾ എടുത്ത ഫോട്ടോയൊക്കെ സുഭാഷിനെ കാണിച്ച് പഴയ അവസ്ഥയിലേക്ക് സുഭാഷിനെ കൊണ്ടുവരുവാനായും ശ്രമിക്കുന്നു. പക്ഷേ സുഭാഷിന്റെ അമ്മയ്ക്ക് കുട്ടനോട് നല്ല ദേഷ്യമുണ്ട്. അവനോട് മിണ്ടത്ത് പോലുമില്ല. അങ്ങനെ ഒരിക്കൽ അമ്മയാണെങ്കിലോ പള്ളിയിൽ പോയ സമയമായിരുന്നു. അവിടെ വെച്ച് കുറച്ചു പേർ സിനിമയുടെ തുടക്കത്തിൽ ഒരു പത്ര കട്ടിങ്സുമായി കേരളത്തിലേക്ക് വന്നല്ലോ. അതിൽ സുഭാഷിന്റെയും കുട്ടന്റെയും വാർത്തയായിരുന്നു. കുഴിയിൽ വീണ കൂട്ടുകാരനെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച കൂട്ടുകാരന്റെ കഥ. അതെല്ലാം അമ്മ പള്ളിയിൽ വെച്ച് അറിയുകയാണ്. തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചത് കുട്ടനാണെന്ന് മനസ്സിലാക്കിയ അമ്മ നേരെ പോയത് കുട്ടന്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ അമ്മയെ കാണുമ്പോൾ അടുത്ത എന്തോ പ്രശ്നത്തിനായി അമ്മ വരുന്നെന്നാണ് കുട്ടൻ കരുതിയത്. പക്ഷേ കുട്ടൻ അടുത്തെത്തിയ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുകയാണ്. തന്റെ മകൻ ഇന്നും ജീവിച്ചിരിക്കാൻ കാരണം കുട്ടനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. മാത്രമല്ല, ആ കൂട്ടുകാരുടെ ആത്മബന്ധം നാട് മൊത്തം അറിഞ്ഞു. പിന്നെ ഗുണാകേവിലെ സുഭാഷ് വീണ ആ ഒരു ഗുഹ പോലീസ് അടയ്ക്കുകയും ചെയ്തു. അതോടെ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.